ഇന്ന് രാത്രിയിൽ ദൈവവചന പഠനത്തിന് വളരെ താല്പര്യത്തോടും സന്തോഷത്തോടും കൂടെ വന്നിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും യൗവനക്കാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ്. നമ്മൾ ഇന്ന് രാവിലെ ആരംഭിച്ചത് പിതാവ് ദൈവമായിരിക്കുന്നത് പോലെ പുത്രനും ദൈവമാണ് എന്നതിൻ്റെ ഒന്ന് രണ്ട് തെളിവുകൾ നമ്മളെടുത്തു. ആ തെളിവെടുത്തത് അവിടെ നിൽക്കട്ടെ, അത് നമ്മൾ വരും. നാളെയുമുണ്ട് ക്ലാസ്. നാളെ 2 ക്ലാസ്സുണ്ട്. ആരാധനയിൽ ക്ലാസ് എടുക്കുകയല്ല, അത് വചനശുശ്രൂഷയായിരിക്കും. അടുത്ത 5 മുതലുള്ള 2 ക്ലാസ്സുണ്ട്. അതോടുകൂടെ നമ്മുടെ ഈ ക്ലാസ് പര്യവസാനിക്കുകയാണ്. പര്യവസാനിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ ഇവിടെ നിന്ന് പോകണം. ദൈവം ത്രിയേക ദൈവം തന്നെ എന്നുറപ്പിച്ച് ഇവിടെ നിന്ന് പോകണം. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ ആ യേശുവിൻ്റെ ദൈവത്വത്തെ സംബന്ധിച്ച് 2-3 തെളിവുകൾ തിരുവെഴുത്തിലൂടെ ഞാൻ തന്നു. ധാരാളമായിട്ടുണ്ട് അത് തരാനായിരിക്കുന്നതും. എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്ന് എൻ്റെ ഫോണിൽ അയച്ച് എനിക്ക് കിട്ടിയ ആ കാര്യങ്ങളുടെ ഒരു വിശദീകരണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നത് അതങ്ങെടുക്കുകയാണ്. സമയമുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ ബാക്കിയിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോൾ ഇന്ന് പഠിക്കാൻ ആരംഭിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ടൈറ്റില് തൃത്വത്തിലെ ആളത്വവും സാരാംശവും എന്നുള്ളതാണ്. തൃത്വത്തിലെ ആളത്വവും സാരാംശവും. ത്രിയേകത്വത്തിലെ പ്രധാനമായ 2 കാര്യങ്ങളാണ് ആളത്വവും സാരാംശവും എന്നുള്ളത്. അത് ഞാനൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആളത്വം എന്ന് പറയുമ്പോൾ തൃത്വത്തിലുള്ള 3 ആളത്വങ്ങളാണ്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോൾ ചുരുക്കത്തിൽ തൃത്വം എന്ന പദമാണ് ഈ ആളത്വങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. ഈ തൃത്വം എന്നുള്ള പദമില്ലായിരുന്നെങ്കിൽ ഈ 3 ആളത്വങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ തൃത്വം എന്ന പദം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ആളത്വമാണ് വിഷയം. ആളത്വം. ആ ആളത്വം എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ആളത്വങ്ങളാണ്. അതാണ് തൃത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് ഏകത്വമാണ്. അതിന് സാരാംശം എന്ന് പറയാം. ഏകത്വം. ആ ഏകത്വം എന്ന് പറയുമ്പോൾ അതിലെന്തെല്ലാം ഉണ്ട് മറക്കരുത്. ത്രിത്വത്തിലെ ആളത്വവും സാരാംശവും. അത് നമ്മൾ ഈ 2 കാര്യവും ചുരുക്കമായിട്ട് ഓർമ്മിച്ചു. ത്രിത്വത്തിലെ ആളത്വം എന്ന് പറയുന്നത്, തൃത്വം എന്ന് പറഞ്ഞാൽ തന്നെ ആളത്വത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ 3 ആളത്വങ്ങളുണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കാൻ ആരംഭിക്കുന്ന സാരാംശമാണ്. ആ സാരാംശത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പദമാണ് എന്ത്? ഇപ്പം നമ്മൾ ചിന്തിച്ചു, എന്ത്? ഏകത്വം. എൻ്റെ കൂടെ പറയണേ, എനിക്കൊരു സഹായവും പ്രോത്സാഹനവുമായി. ഏകത്വം. ആ ഏകത്വത്തിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? ആ സാരാംശത്തിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? സാരാംശത്തിൽ അടങ്ങിയിരിക്കുന്നത് ദൈവത്വത്തിൽ എന്താണോ അടങ്ങിയിരിക്കുന്നത് അതാണ് സാരാംശം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാകുന്നേ? പിന്നെ അയ്യോ അങ്ങനെ എന്നെ ചോദിക്കുന്നു, തെറ്റാ? അപ്പോൾ ദൈവത്വത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്തോ അതാണ് അവിടെ സാരാംശം എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ് ആ ഏകത്വം അല്ലെങ്കിൽ സാരാംശം എന്ന് പറഞ്ഞാൽ? അവിടെ ഞാൻ 4 കാര്യങ്ങളാണ് ആ സാരാംശത്തിലുള്ളത്. ഒന്ന് നിത്യത്വമാണ്. നിത്യത്വം. രണ്ടാമത്തേത് സർവവ്യാപിത്വം. സർവവ്യാപിത്വം. മൂന്നാമത്തേത് സർവജ്ഞാനം.
ജ്ഞാനം. ഇന്ത്യയൊക്കെ ഇംഗ്ലീഷ് കണ്ടുപിടിച്ചോണം കേട്ടോ. ഇതിൻ്റെ മൂന്നാമത്തേത് സർവജ്ഞാനം, നാലാമത്തേത് സർവശക്തിയാണ്. അപ്പോൾ ഈ 4 ദൈവത്വത്തിൻ്റെ ഗുണങ്ങളെയാണ് നമ്മളെന്ത് പറയുന്നത്? സാരാംശം അല്ലെങ്കിൽ ഏകത്വം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ തൃത്വത്തിലെ 3 ആളത്വങ്ങളെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ 4 സാരാംശമുണ്ടല്ലോ, അതിലൊന്നാണ്. ആ സാരാംശത്തിൽ അവരെ ഒന്നാണ്. അതാണ് യേശു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ആ വാക്യം, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. അവിടെ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഒരാളത്വമെന്നല്ല അതിൻ്റെ അർത്ഥം. മനസ്സിലാക്കണം. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞപ്പോൾ 2 പേര് കൂടുന്ന ഒരാളത്വം എന്നല്ല അതിൻ്റെ അർത്ഥം. അത് പമ്പര വിഡ്ഢിത്തമാണ്. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞാൽ 2 ആളത്വമാണ്. പക്ഷേ ദൈവത്വത്തിൻ്റെ സാരാംശത്തിൽ അവരൊന്നാണ്. മനസ്സിലായോ? ദൈവത്വത്തിൻ്റെ സാരാംശത്തിൽ അവരെ ഒന്ന് എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് പറഞ്ഞാൽ, പിതാവ് നിത്യനായിരിക്കുന്നത് പോലെ പുത്രനും നിത്യനാണ്. പിതാവ് സർവശക്തനായിരിക്കുന്നത് പോലെ പുത്രനും സർവശക്തനാണ്. പിതാവ് സർവജ്ഞാനി ആയിരിക്കുന്നത് പോലെ പുത്രനും സർവജ്ഞാനിയാണ്. പിതാവ് സർവവ്യാപിയായിരിക്കുന്നത് പോലെ പുത്രനും. അസാരാംശത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്, ഞാനും പിതാവും ഒന്നാകുന്നുവെന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അല്ല, മനസ്സിലാകുന്നതുകൊണ്ടാണല്ലോ പിന്നെയും വരുന്നത്. ഇല്ല, വീട്ടിലെങ്ങാണോ ഇരുന്നേനല്ലോ. ഓക്കെ, ഇനി ചിന്തിക്കേണ്ട ഒരു വിഷയം ഇന്നത്തെ ക്വസ്റ്റ്യനിൽ വന്ന കാര്യമാണ്. ഇത് 3ഉം വ്യത്യസ്തമായ വിധത്തിൽ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും അതൊരാൾ തന്നെയാണ്. അതാരാ? കേട്ടിട്ടില്ലേ? നിങ്ങൾ പറഞ്ഞേ. ഇന്നലെയൊക്കെ അവരുടെ പേരെടുത്ത് പറഞ്ഞു. കേൾക്കട്ടെ. അല്ല, മറ്റേ പാർട്ടികൾ അല്ല. അത് ഞാൻ ഈ പേരെടുത്ത് എപ്പോഴും പറയാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ഇത് യൂട്യൂബിലൂടെ കേൾക്കുന്നവരെ ഞാൻ പറഞ്ഞു അവരെ വലുതാക്കേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? അതുകൊണ്ടാണ് പറയാത്തത്. ഇല്ലേ? ഞാൻ പറഞ്ഞു അവരെ വലുതാക്കേണ്ട കാര്യം, അവർക്കൊരു പബ്ലിസിറ്റി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ആ കൂട്ടർ പറയുന്നത് ഈ പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറയുന്നത് ഒരു നാമമാണ്. അതിനവരെടുക്കുന്ന വാക്യം എന്താണെന്നറിയാമോ? നമ്മൾ ഇന്നലെ ചിന്തിച്ചതാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അവർ പറയുന്നത് അവിടെ നാമങ്ങളിൽ നിന്ന് പറഞ്ഞിട്ടില്ല. അവിടെ നാമമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഏകവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞാൽ ആ നാമം യേശുവിൻ്റെ, ആ നാമം യേശുവിൻ്റെ നാമം. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്തത്? സ്നാനപ്പെടുത്തിയത്. മനസ്സിലായോ മോനെ? അച്ഛനെ അല്ല, പുറകിലാണ് വിളിച്ചത്. അപ്പോൾ അതാണ് അവരുടെ പഠിപ്പിക്കൽ. മനസ്സിലായില്ലേ? മക്കൾക്ക് മനസ്സിലായില്ലേ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമങ്ങളെന്ന് പറയാതെ നാമത്തിലെന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ആ നാമം യേശുവിൻ്റെ നാമമാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിൽ അപ്പോസ്തലന്മാർ സ്നാനം കഴിപ്പിച്ചത് എന്നാണ്. ഇനി അതിന് മറ്റൊരു കാര്യവും കൂടെ അവർ ഓർപ്പിക്കുന്നത്, അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്നാ പറഞ്ഞിരിക്കുന്നു? മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഒന്ന് പറഞ്ഞ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല, അത് യേശുവിൻ്റെ നാമം. നോക്കണം, കൊണ്ടുപോക്കൽ. കുഞ്ഞുങ്ങളെ പഠിക്കാനൊക്കെ വെളിയിൽ പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തോണം കേട്ടോ. ഇവരാരും നമ്മളെ ആക്രമിച്ച് കീഴടക്കാൻ, ഇത് ഉള്ളിൽ കിടക്കട്ടെ കേട്ടോ. ഈ വിത്ത്
ഉള്ളിൽ വളർന്നു വരണം. കാരണം ഇനിയും പ്രായമുള്ളവർ അവരേലും അങ്ങനെ അങ്ങ് പൊക്കോളും, കുഴപ്പമില്ല. ആ വണ്ടി അങ്ങനെ ഉരുണ്ടു പൊക്കോളും. എന്നാൽ ലക്ഷ്യം തെറ്റി ഓടാൻ സാധ്യതയുള്ള പ്രായത്തിൽപ്പെട്ട യൗവനക്കാർ ഇവിടെ ഇരിപ്പുണ്ട്, കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പറയുന്ന വചനം നമ്മുടെ തലയിലല്ല, നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു കൊള്ളണം, സംഗ്രഹിച്ചു കൊള്ളണം. എബ്രായ ലേഖനകർത്താവ് പറയുന്നത് പോലെ അത് കരുതിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവർ പറയുന്നത് മൂന്നാളത്വങ്ങളായിട്ടില്ല, ഇതെല്ലാം യേശുവാണ്, യേശുവിൻ്റെ നാമമാണ്. ഇനി അങ്ങനെയാണോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അത്രയും പറഞ്ഞാൽ മതി, അവരുടെ ചിന്താഗതി അത്രയേ ഉള്ളൂ. ഇനി അത് ശരിയാണോ എന്നുള്ളത് നമുക്ക് ചില ഭാഗത്തു നിന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾ ഈ ദൈവപ്രവർത്തനത്തിലെ തുല്യത മൂന്നാളത്വങ്ങളിലും ഉണ്ട്. അത് പഠിക്കാൻ പോവാം. ആ മൂന്നാളത്വങ്ങളിലും ദൈവപ്രവർത്തനത്തിൻ്റെ തുല്യത നാം മനസ്സിലാക്കി കഴിയുമ്പോൾ മൂന്നാളത്വങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന് ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. പിതാവാണ്. ആരല്ല? പുത്രനുമല്ല, പിന്നെ പരിശുദ്ധാത്മാവുമല്ല. അത് പ്രത്യേകം ഓർക്കണം. പിതാവെന്ന് പറയുമ്പോൾ പിതാവാണ്, അല്ലാതെ പുത്രനുമല്ല, പരിശുദ്ധാത്മാവുമല്ല. ആ വ്യത്യാസം നമ്മൾ ഓർക്കണം. രണ്ടാമത്, പുത്രനെന്ന് പറയുമ്പോൾ പുത്രനെന്ന് പറയുമ്പോൾ പുത്രനാണ്, അല്ലാതെ പിതാവുമല്ല, പരിശുദ്ധാത്മാവുമല്ല. വകതിരിച്ച് മനസ്സിലാക്കണം. മൂന്നാമത്, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. അവിടെ പിന്നെ ആരില്ല? പിതാവുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മൂന്നാളത്വങ്ങളെ നമ്മൾ വിവേചിച്ച് മനസ്സിലാക്കണം. പിതാവെന്ന് പറയുമ്പോൾ അത് പിതാവാണ്, അല്ലാതെ പിതാവിൻ്റെ പര്യായ പദം അതാണ്. എന്തുവാ ഇംഗ്ലീഷ് മക്കളെ? എന്തേലും ആയിക്കോട്ടെ. പിതാവിൻ്റെ പര്യായ പദമല്ല പുത്രനും പരിശുദ്ധാത്മാവും. മനസ്സിലായില്ലേ? അതുപോലെ പുത്രൻ എന്ന് പറയുമ്പോൾ പുത്രൻ തന്നെ. ആ പുത്രൻ്റെ പര്യായ പദമല്ല പിതാവും പരിശുദ്ധാത്മാവും. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ, അതിൻ്റെ പര്യായമല്ല പിതാവും പുത്രനും എന്നുള്ളത്. ഇത് തനതായി നിൽക്കുന്ന മൂന്നാളത്വങ്ങളാണ്, സ്വതന്ത്രമായി നിൽക്കുന്ന മൂന്നാളത്വങ്ങളാണ്. അതെല്ലാം കൂടി യേശുവാണ്, ആ നാമമാണെന്ന് പറയുന്നത് കഠിനമായ വചനവിരുദ്ധമാണെന്നുള്ളത് ഞാനും നിങ്ങളും ഓർക്കണം. അതുകൊണ്ട് ഈ മൂന്ന് ആളത്വങ്ങളുടെ ആ പ്രത്യേകത നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ ചിന്തിച്ച ഭാഗമനുസരിച്ച്, ഒന്ന്, സൃഷ്ടിയിൽ ഈ മൂന്നാളത്വങ്ങളെ വെവ്വേറെ പറയുന്നുണ്ട്. ഈ മൂന്ന് പേര് പറഞ്ഞിട്ട് ആ നാമം യേശുവിൻ്റെ നാമമാണ്, യേശുവിൻ്റെ നാമത്തിൽ അതുകൊണ്ടാണ് സ്നാനം കഴിപ്പിച്ചത്, പിന്നെ ആ നാമമാണ് രക്ഷയ്ക്കുള്ള നാമം എന്ന് പഠിപ്പിക്കുമ്പോൾ ദൈവീക പ്രവർത്തനം ഓരോന്നെടുത്ത് നോക്കിയാൽ ഈ മൂന്നാളത്വങ്ങളുടെ പ്രവർത്തനം വെവ്വേറെയായിട്ട് പറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയും. ഇല്ല പിന്നെ ഒന്നിച്ചങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? വെവ്വേറെയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ഈ മൂന്നാളത്വങ്ങളും മൂന്നാളത്വങ്ങളായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം നമുക്കറിയാം. എന്താണ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം പിതാവ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ദൈവം പിതാവ്. പുത്രൻ ഈ ഭൂമിയിൽ മനുഷ്യാവതാരം എടുത്തു വന്നപ്പോൾ, ജഡധാരണം എടുത്തു വന്നപ്പോൾ ഈ ദൈവത്തെ സംബോധന ചെയ്തത് രണ്ട് പദങ്ങളിലൂടെ, അല്ലാതൊരു വാക്ക്
അദ്ദേഹം എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ എന്നോട് പറയാൻ ഞാനും അത് ആഡ് ചെയ്യാം. യേശുക്രിസ്തു അവിടുത്തെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയിൽ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചിടത്തെല്ലാം രണ്ട് വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് ദൈവം, രണ്ടാമത്തേത് പിതാവ്. ഈ 2 പദങ്ങളല്ലാതെ മറ്റൊന്നും ഉപയോഗിച്ചിട്ടില്ല അദ്ദേഹം. അപ്പോൾ ദൈവമെന്ന് പഴയ നിയമത്തിൽ പല ഇടങ്ങളിൽ പറഞ്ഞിരിക്കുന്നതും പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതും ആരെയാണ് ഉദ്ദേശിക്കുന്നത്? പിതാവിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിതാവ് സൃഷ്ടിച്ചു എന്നുള്ള പ്രയോഗം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ പുത്രനെ കുറിച്ച് എന്താ പറയുന്നത്? പുത്രനെ കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം ഞാൻ തന്നെ പറയാം. അവിടെ എന്താ വായിക്കുന്നത്? ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവൻ മുഖാന്തരം സകലവും, ശ്രദ്ധിച്ചാട്ടെ, അവൻ മുഖാന്തരം സകലവും ഉളവാക്കി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. എന്നാ മുഖത്തൊക്കെ ഒരു മധ്യനിര കണ്ടിട്ട് ഒരു വാട്ടം, ജോലി ചെയ്ത് വെയിൽ കൊണ്ടു വാടിയതാണ്. എല്ലായിടത്തും കണ്ണു പോകുമെന്ന്, ഒരു വല്ലാത്ത കണ്ണാണ്. പ്രായമാകും തോറും ഇത് പ്രകാശിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലായില്ല? അപ്പോൾ അത് വളരെ ഉശിരായിട്ട് നിൽക്കുക. ഞാൻ ചിലരെ മാത്രമേ അങ്ങനെ കണ്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഉശിര. ഓക്കെ, എനിക്കറിയാം ഇവിടെ ശരീരം മാത്രമുള്ളവരുടെ മുഖം നോക്കിയാൽ നമുക്ക് അറിയാം, ഒക്കെ അറിയാമെന്ന്. താൻ തന്നെ സൈക്കോളജി ഇല്ല, ഒന്നും പഠിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ കുറേ വർഷമായി ജനത്തിൻ്റെ ഇടയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം ഇരിപ്പും മട്ടും ഒക്കെ കാണുമ്പോൾ ഇയാളിപ്പോൾ എവിടെയാണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അതുകൊണ്ട് ഇനി രണ്ടാമതൊന്നുകൂടെ പറയിപ്പിക്കാതെ വളരെ ഊർജ്ജസ്വലായിട്ടിരിക്കാനുള്ള സാധനങ്ങളല്ലേ ഈ തരുന്നത്. പിന്നെ അങ്ങനെ ഇരുന്നാൽ എന്നാ കുഴപ്പം? അപ്പോൾ ഈ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ 3 ആളത്വങ്ങളുടെ പ്രവർത്തനമാണ് നാം ചിന്തിച്ചത്. പിതാവിൻ്റെ പ്രവർത്തനം, രണ്ടാമത് പുത്രൻ്റെ പ്രവർത്തനമാണ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 1:3 നമ്മൾ ആവർത്തിച്ചത്. എന്താ? ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവൻ മുഖാന്തരം സകലവും ഉളവായി. ഭയങ്കര ആശയമാണ് അതിനകത്തുള്ളത്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്ന ആളുകൾ പഠിപ്പിക്കുന്നത് യേശു ആദ്യത്തെ സൃഷ്ടിയാണെന്നാണ്. യേശു ആദ്യത്തെ സൃഷ്ടിയാണ്. പിതാവ് ആദ്യമായിട്ട് യേശുവിനെ സൃഷ്ടിച്ചു, ഉന്നത സൃഷ്ടികളിൽ ഉന്നതനായിട്ട് സൃഷ്ടിച്ചു. ആ ക്രിസ്തു മുഖാന്തരം മറ്റ് സൃഷ്ടികൾ നടന്നു. ഈ വചനം അത് പൊളിച്ച് കളയുകയാണ് ചെയ്യുന്നത്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഉളവായതൊന്നും അവനെ കൂടാതെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എന്തെല്ലാം ഉളവാക്കപ്പെട്ടിട്ടുണ്ടോ, എൻ്റെ വാത്സല്യ സഹോദരങ്ങൾ ഓർക്കണം, എന്തെല്ലാം ഉളവാക്കപ്പെട്ടിട്ടുണ്ടോ. കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ ദൃശ്യമായതാകട്ടെ അദൃശ്യമായതാകട്ടെ, എന്തെല്ലാം ഉളവാക്കപ്പെട്ടിട്ടുണ്ടോ ആ ഉളവാക്കപ്പെട്ടതെല്ലാം ആരുളവാക്കിയതാണ്? യേശു ഉളവാക്കിയതാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ വ്യക്തം, കർത്താവായ യേശു ഉളവാക്കപ്പെട്ടവൻ അല്ല എന്നുള്ള അവരുടെ വാദം അവിടെ പൊളിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരം, സൃഷ്ടി ആര് നടത്തി? പുത്രൻ നടത്തി. അപ്പോൾ പിതാവ് നടത്തി, പുത്രൻ നടത്തി. തീർന്നില്ല. ഇയ്യോബിൻ്റെ പുസ്തകം 33-ാം അധ്യായം 4-ാം വാക്യം നമുക്ക് നോക്കിയാൽ, ഇയ്യോബ് 33:4 അവിടെ പരിശുദ്ധാത്മാവ് സൃഷ്ടി നടത്തിയതായിട്ട് വായിക്കുന്നുണ്ട്. എന്താ? അവൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. അത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. അത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന പ്രയോഗമാണ്. നോക്ക്, അപ്പോൾ ദൈവത്തിൻ്റെ ഈ സൃഷ്ടിയിൽ 3 ആളത്വങ്ങളെയും വെവ്വേറെ പറയുന്നുണ്ട്. പിതാവ് സൃഷ്ടിച്ചുവെന്ന് വായിച്ചു, അതുപോലെ പുത്രൻ സൃഷ്ടിച്ചുവെന്ന് വായിച്ചു, പിന്നെ
പരിശുദ്ധാത്മാവ് സൃഷ്ടിച്ചുവെന്ന് വായിക്കുന്നു. അപ്പോൾ ഈ മൂന്നാളത്വങ്ങളും ആളത്വങ്ങൾ എന്ന നിലയിൽ വെവ്വേറെ നിൽക്കുന്നതാണ്. ഇതെല്ലാം ഒന്നല്ല എന്നുള്ളത് മനസ്സിലാക്കണം. മറക്കരുത്, സാരാംശത്തിൽ എന്താണ്? ഒന്നാണെന്നുള്ളത് നാം വിശേഷാൽ ഓർക്കണം. ഇനിയും അടുത്തത്, ഈ മൂന്ന് ആളത്വങ്ങളെയും കാണുന്ന മറ്റൊരു രംഗം ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ്. യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഈ മൂന്നാളത്വങ്ങളെയും നാം കാണുന്നുണ്ട്. ഒന്ന്, ക്രിസ്തുവിൻ്റെ ജനനത്തിലാണ്. ഈ ക്രിസ്തുവിൻ്റെ ജനനത്തിൽ ഈ മൂന്നാളത്വങ്ങളെയും കാണുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഞാൻ ഇങ്ങനെ അങ്ങ് പറയട്ടെ. വൺനെസ്, അങ്ങനെ ഒരു ഇതുണ്ടല്ലേ? ഉണ്ട്. അവരുടെ അഭിപ്രായം ഇങ്ങോട്ട് എടുത്താൽ ഇതിനെന്തു മറുപടി പറയും? ഈ മൂന്നാളത്വങ്ങൾ ഒന്നുകൂടെ ഞാൻ ചെറുപ്പക്കാരോട് വിശേഷം പറയുകയാണ്. എവിടെയെല്ലാം ഈ മൂന്നാളത്വങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം വ്യത്യസ്തമായ ആളത്വങ്ങൾ എന്ന വിധത്തിലാണ് ദൈവത്തിൻ്റെ ആത്മാവ്. അവിടെ പിന്നെ എങ്ങനെ ഒന്നാകുന്നത്? അപ്പോൾ നമുക്ക് ആ ജനനത്തോടുള്ള ബന്ധത്തിലെടുക്കാം. മൂന്നാളത്വങ്ങളെ അവിടെ കാണാം. 1:35 വാക്യമാണ് ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ഞാൻ തന്നെ വായിക്കാൻ, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അതിന് ലൂക്കോസ് 1:35, അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. നോക്കെ, മൂന്നാളത്വങ്ങളിൽ ഒന്നാമത്തെ ആളത്വം ഏതാ? പരിശുദ്ധാത്മാവ്. കേട്ടോണം. അടുത്തത്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പൊ രണ്ടാമത്തെ ആളത്വമായി ആരാ? അത്യുന്നതൻ, പിതാവ്. ഇനിയും അടുത്തത്, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന്. അപ്പൊ നോക്ക്, ആ മൂന്നാളത്വങ്ങളെയും ദൈവാത്മാവ് അവിടെ അവതരിപ്പിക്കുമ്പോൾ വെവ്വേറെയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് യേശു എന്നുള്ള വിഷയത്തിലാണ് കേന്ദ്രീകരിക്കുന്നതെങ്കിൽ ഈ മൂന്നാളത്വങ്ങളും വ്യത്യസ്തമായി പറയേണ്ട കാര്യം ഇല്ല. ഈ മൂന്നാളത്വങ്ങളുടെ ഈ പ്രവർത്തനം വകതിരിച്ച് അവിടെ പറയുന്നതായി മനസ്സിലാക്കുന്നുണ്ട്. ഇനിയും അടുത്തത്, അപ്പോസ്തല പ്രവൃത്തികൾ 2 അത് പിന്നെ അത് കഴിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷേ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തിൽ ഈ മൂന്നാളത്വങ്ങളുടെ പ്രവർത്തനം കാണുന്നുണ്ട്. എന്താ? മത്തായി 3:16-17 വാക്യങ്ങൾ. യേശു സ്നാനമേറ്റ് കഴിഞ്ഞ ഉടനെ സ്വർഗം തുറന്നു. എന്നിട്ട് കേട്ട ശബ്ദം എന്താ? അല്ല, ഇവൻ എൻ്റെ ആത്മാവിറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാരാ? ആണേ. കാരണം അതും യേശുവിൽ കൊണ്ട് ചാരുകയാണെങ്കിൽ പുത്രൻ എവിടെയായി? ഇപ്പം വെള്ളത്തിലാണ്. നമ്മൾ പറയുന്ന പോലെ വെള്ളത്തിലായെന്നല്ല, പുത്രൻ ഇപ്പോൾ യോർദാൻ നദിയിൽ നിൽക്കുക. പുത്രൻ യോർദാൻ നദിയിൽ നിൽക്കുമ്പോൾ സ്വർഗം തുറന്ന് പിതാവ് പറയുകയാണ്, ഇവൻ എൻ്റെ. അപ്പം രണ്ടാളത്വങ്ങളെയും അവിടെ കാണുന്നില്ലേ? ഇനി അടുത്തതെന്താ വായിക്കുന്നത്? പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ. അപ്പോൾ മൂന്നാമത്തെ ആളത്വമായില്ലേ? പിന്നെ ഇതെല്ലാം കൂടെ എങ്ങനെ ഒന്നാക്കുന്നത്? പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവരുടെ യൂട്യൂബ് കണ്ടിട്ട് ആ വിഷം മുഴുവൻ കുടിച്ചേച്ചിരിക്കുന്നവർക്ക് ഇത് പറഞ്ഞാൽ എന്ത് ചെയ്യല? മനസ്സിലാകുകയല്ല. അവരെ കൊണ്ടുപോയി ആദ്യം ഈ വിഷം ഇറക്കണം. അത് വലിയ പാടാണ്. കാര്യം അവരിപ്പോൾ പണ്ഡിതന്മാരാന്നും പറഞ്ഞാൽ നടക്കുന്നത്. ഈ വിഷം കുടിച്ച് നടക്കുന്ന എല്ലാ പാർട്ടികളും പറയുന്നത് ഞങ്ങളാരാ? പണ്ഡിതന്മാരാ. മറ്റുള്ളവരുടെ ആരുടെയും ഞങ്ങൾക്ക് കേൾക്കുക വേണ്ട. അതല്ലേ പൊട്ടന്മാർ. അതാണ് അവിടുത്തെ വിഷയമെന്ന് പറയുന്നത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്, പിതാവ് അരുളി ചെയ്യുന്നു, പുത്രൻ സ്നാനപ്പെട്ട് നിൽക്കുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. ആ മൂന്നാളത്വങ്ങളെ വെവ്വേറെയായിട്ട് പ്രവർത്തിക്കുന്നതായി കാണുമ്പോൾ ഇതെങ്ങനെ ഒന്നാകുന്നത്? ഇനി മൂന്നാമതായിട്ട് വീണ്ടും നമ്മൾ നോക്കിയാൽ ക്രിസ്തുവിൻ്റെ മരണത്തിലാണ്.
ക്രിസ്തുവിൻ്റെ മരണത്തിൽ ഈ മൂന്നാളത്വങ്ങളുടെയും പ്രവർത്തനം നിങ്ങൾ നോക്കണം. ഇത് ഒന്നും ഒറ്റയും വാലും തലയും അവരെന്തേലും പറഞ്ഞു കേട്ട് അതും കൊണ്ട് നടക്കുക. ഈ ഓരോ ഇന്നൊക്കെ സമയം എടുത്ത ഈ കാര്യങ്ങളൊക്കെ ചെയ്തതാണെന്നേ ആന്നോ? ഇത് ദാനിയേലിനെ പോലെ ഏതാണ്ട് ഈ ബോധം കെട്ട് വീണതുപോലെ ഇന്ന് പകലിൽ ആ കട്ടിലേ കടന്ന് ചോദിച്ചോ ഇത്രയും ശബ്ദത്തിൽ ചിരിക്കരുത്. ഞാൻ പറഞ്ഞത് ബോധം കെട്ട് വീഴുന്ന പോലെ എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ചിന്ത നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എന്നെ അറിയാം. ഏത് വിധത്തിൽ ഈ മനുഷ്യൻ്റെ അകത്തേക്ക് ഇത് കൊടുക്കണമെന്നുള്ള ഒരു ഭാരം എന്നെ സംബന്ധിച്ച് എനിക്കുണ്ട്. അല്ല, കിഴക്കേ സഭ ഒരു പ്രോഗ്രാം എന്നാണ് പറയുന്നത്. ചിലര് കിഴക്കേ സഭ എന്നെ ഒരു പ്രോഗ്രാമിന് വിളിക്കുന്നത് എന്നെ ഗാനമേള നടത്താനാണ്. ചിലർ ഈ പ്രോഗ്രാമല്ല, ഇതൊരു ശുശ്രൂഷയാണ്. സ്തോത്രം. അപ്പോൾ എന്നെ വിളിച്ചു, പോയി ഒരു 3 ക്ലാസ് എടുത്തു, ഞാനിഞ്ഞ് വരിക. നോ, ഞാൻ 1 മണിക്കൂർ ചെലവാക്കുന്നെങ്കിൽ, അരമണിക്കൂർ ചെലവാക്കുന്നെങ്കിൽ, ഞാൻ ചെലവാക്കുന്നതിനേക്കാൾ നിങ്ങളുടെ സമയത്തിനാണ് ഞാൻ വില തരുന്നത്. നിങ്ങൾക്ക് എന്തെല്ലാം ബന്ധപ്പാടുണ്ട് ഇല്ലേ? ഈ ട്രാഫിക്കിൻ്റെ സമയത്തും ഈ വണ്ടി ഉരുട്ടിക്കൊണ്ട് വരണമെങ്കിൽ 2-3 ചിലവുണ്ട്. ഒന്ന് മാനസികമായി ചിലവെടുക്കുമെന്ന്, ഈ റോഡിൽ കൂടെയൊക്കെ ഒന്ന് ഈ ട്രാഫിക്കിൻ്റെ സമയത്ത് ഉരുട്ടിക്കൊണ്ട് വരണമെങ്കിൽ ഭ്രാന്തെടുക്കും. രണ്ടാമത് മറ്റുള്ളവർ ചിലപ്പോൾ നമ്മൾ ഒന്നും അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടായാൽ അവൻ്റെ ഒരു തുറിച്ച നോട്ടവും കൂടെ കാണണ്ട. ഇതെല്ലാം ഇതിനകത്തുള്ളതാ. പിന്നെ നമ്മുടെ സമയം, എന്തുമാത്രം സമയമാണ് നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കുന്നത്. അതുകൊണ്ട് ശുശ്രൂഷിക്കുന്നവർക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ജനം എടുക്കുന്ന സമയത്തെ അവർ പാഴാക്കി കളയാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാവിലെ മുതൽ കിടന്ന് ഉരുളുക. ഞാൻ ഏതാണ്ട് ഒരു പരുവത്തിൽ ഇന്നത്തേത് ഇറക്കി വെച്ചാൽ ഇന്നത്തെ അത്യാവശ്യം കർത്താവ് പറഞ്ഞു അന്നന്നത്തെ ദോഷം മതിയെന്ന് പറഞ്ഞതുപോലെ അന്നന്നത്തെ ആശ്വാസം കിട്ടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇത്, എങ്ങനെയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ, ഞാൻ കുഞ്ഞുങ്ങളുടെ മാത്രമാണ് ഉന്നം വയ്ക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ യൗവനക്കാരുടെ ഉള്ളിലേക്ക് ഇത് ചെന്നിട്ട് പത്യോപദേശത്തിനനുസരണമായി അതുങ്ങൾ ജീവിക്കണം. നമ്മുടെ ദൈവസഭകളുടെ ഭാവി വാഗ്ദാനങ്ങളായിട്ട് അവര് നിൽക്കണമെന്നുള്ള ഒരു വലിയ ഭാരം എൻ്റെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടാണ് എൻ്റെ സഹോദരന്മാരെ ഈ കാര്യം ഇങ്ങനെ പറയുന്നത്. അപ്പം നമ്മുടെ വിഷയം നോക്കാം. ക്രിസ്തുവിൻ്റെ മരണത്തിൽ ഈ മൂന്നാളത്വങ്ങളെ വെവ്വേറെ പറഞ്ഞിട്ടുള്ളതായി കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 23-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ പിതാവിൻ്റെ പ്രവർത്തനം കാണുന്നുണ്ട്. എന്താ? ദൈവമോ തൻ്റെ മുൻനിർണയപ്രകാരം അവനെ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പോൾ യേശുവിനെ ക്രൂശിച്ചതല്ല, യേശുവിൻ്റെ മരണത്തിൽ പ്രവർത്തിച്ചതാരാ? പിതാവാ. അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവമോ തൻ്റെ സ്ഥിരതയാലും മുൻനിർണയത്താലും അവനെ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ച് അവർ തറപ്പിച്ചു കൊന്നു എന്നാ വായിക്കുന്നത്. അത് തന്നെയല്ലേ യെശയ്യാവ് 53 പ്രവചനപരമായി പറഞ്ഞിരിക്കുന്നത്, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക്. അപ്പോൾ യഹോവയും അവനും 2 ആളത്വമാണെന്നല്ലേ അവിടെ വ്യക്തമാക്കുന്നത്. അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക്, അവനെ തകർത്ത് കളയാൻ അവനങ്ങ് ഇഷ്ടം തോന്നിയെന്നല്ലല്ലോ എഴുതിയിരിക്കുന്നത്, യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയെന്നല്ലേ. അവിടെ 2 ആളത്വങ്ങൾ വരുന്നത് കാണാൻ കഴിയുന്നില്ലേ? പോട്ടെ, നമുക്കിവിടേക്ക് വരാം. പിതാവ് പുത്രനെ ഏൽപ്പിച്ചതായി വായിക്കുന്നു. പുത്രനോ ഗലാത്യർ 2:20. പിതാവ് ഏൽപ്പിച്ച കാര്യമാണ് വായിച്ചത്. പുത്രനോ ഗലാത്യർ 2:20. അവിടെ പൗലോസ് പറയുകയാണ്, ഞാനോ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത്. ഈ നിങ്ങൾക്കൊക്കെ വാക്യം അറിയാം, പക്ഷേ അറ്റവും മൂലയൊക്കെ വിഴുങ്ങിയച്ചായി പറയുന്നത്. നമുക്ക് ക്രമമായിട്ടൊന്ന് പറഞ്ഞ്, ഞാനോ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. പിന്നെ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച്
എനിക്ക് വേണ്ടി. അവിടെ എന്താ അങ്ങേര് പറയുന്ന പൗലോസ് പറയുന്നത്? ഇപ്പോഴോ ഞാൻ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ. അപ്പോസ്തല പ്രവൃത്തിയിൽ എന്താ വായിച്ചേ? പിതാവേൽപ്പിച്ചു. ഇവിടെ എന്താ വായിക്കുന്നത്? പുത്രൻ മരണത്തിന് തന്നെത്താൻ ഏൽപ്പിച്ചു. ഇനിയും തീർന്നില്ല. ഇനി പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ, മറ്റ് മൂന്നാമത്തെ ആളത്വത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ അർപ്പിച്ച. അവിടെ ഈ അർപ്പിക്കലിൽ ആരാണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത്? നിത്യാത്മാവ്. ആ നിത്യാത്മാവ് ആരാ? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അത് വരുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിത്യാസ്തിക്യം കൂടെ അവിടെ കൊണ്ടുവരിക ചെയ്യുന്നത്. ഓർക്കണം, ദൈവത്വത്തിൻ്റെ ഒരു വലിയ ലക്ഷണമാണ്, അല്ലെങ്കിൽ ഗുണമാണ് നിത്യൻ എന്നുള്ളത്. ഇവിടെ പരിശുദ്ധാത്മാവിനെ എന്താ വിളിക്കുന്നത്? നിത്യാത്മാവ്. അപ്പോൾ അവിടുന്ന് ദൈവമാണെന്ന് വ്യക്തമാക്കുകയാണ്. അത് ഞാൻ പിന്നെ വരും. പക്ഷേ അവിടെ എന്താ വായിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ ആർക്കും പങ്കുണ്ട്? പരിശുദ്ധാത്മാവിനും പങ്കുണ്ട്. സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഈ മൂന്നാളത്വങ്ങളും അവിടെ പറയുന്നതെല്ലാം വെവ്വേറെയാണ് പറയുന്നത്. അല്ലാതെ മത്തായി 28:19 എടുത്തുകൊണ്ട് അവർ പറയുന്നത് പോലെ വണ്ണസായിട്ടല്ല പറയുന്നത്. വെവ്വേറെയാണ് പറയുന്നത്, വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. അത് വിവേചിച്ചു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി അടുത്തത് ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ. ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ ഈ മൂന്നാളത്വങ്ങളും വരുന്നത് നാം കാണുന്നുണ്ട്. എവിടെയാ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ? അപ്പോസ്തല പ്രവൃത്തി 2:24 പിതാവിൻ്റെ പങ്ക് അവിടെ കാണുന്നുണ്ട്. എന്താ? ദൈവമോ അവനെ മരണപാശങ്ങളെ അഴിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ ആരാ യേശുവിനെ ഉയർപ്പിച്ചത്? പിതാവ് ഉയർപ്പിച്ചു എന്നാണ് അവിടെ കാണുന്നത്. തീർന്നില്ല. ഇനിയും പുത്രനെ കുറിച്ച് എന്താ വായിക്കുന്നത്? മത്തായി 28:6 വാക്യമാണ്. മത്തായി 28:6 പുത്രൻ ചെയ്ത കാര്യം എന്താ അവിടെ പുത്രനെ കുറിച്ച് പറയുന്നത്? അവനിവിടെ ഇല്ല, അവനെ ഉയർപ്പിച്ചെന്നല്ല, പിന്നെ അവൻ ഉയർത്തു. നോക്കേ, ഈ ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ പിതാവ് ഉയർപ്പിച്ചു. രണ്ടാമത് പറയുമ്പോൾ പുത്രൻ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്താ പറയുന്നത്? റോമാലേഖനം 8:11. റോമർ 8:11 എന്താ അവിടെ വായിക്കുന്നത്? എന്താ? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ. അപ്പോൾ അവിടെ ആരാ ഉയർപ്പിച്ചത്? ആത്മാവ് ഉയർപ്പിച്ചു, പരിശുദ്ധാത്മാവ് ഉയർപ്പിച്ചു. എൻ്റെ ദൈവമേ, എത്ര ക്രിസ്റ്റൽ അല്ല, അങ്ങനെ ഒരു ഇംഗ്ലീഷ് വാക്കില്ലേ, ക്രിസ്റ്റൽ ക്ലിയർ. ഇടയ്ക്ക് അതും പറയാം, ഇംഗ്ലീഷ് കൂടെ പറയാം. എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിതാവ് മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർപ്പിച്ചു. 2, പുത്രൻ ഉയർത്തെഴുന്നേറ്റു. 3 ഇപ്പൊ കണ്ടത് പരിശുദ്ധാത്മാവ് ഉയർപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ ഈ മൂന്നാളത്വങ്ങളെയും വ്യത്യസ്തമായി ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുക ചെയ്തിരിക്കുന്നത്. തീർന്നില്ല. ഇനിയും മനുഷ്യൻ്റെ രക്ഷയിൽ ഈ മൂന്നാളത്വങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യൻ്റെ രക്ഷയിൽ ഈ മൂന്നാളത്വങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എവിടെ പറയുന്നു? 1 പത്രോസ് 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. 1 പത്രോസ് 1:2. അവിടെ എന്താ വായിക്കുന്നത്? കേട്ടോളുക. പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവ്, ആത്മാവിൻ്റെ വിശുദ്ധീകരണം, അടുത്തത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടും. നോക്കെ, മനുഷ്യന്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ ഈ മൂന്നാളത്വങ്ങളെയും പറയുകയാണ്. എന്താണ്? പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുന്നു,
വ്യക്തമായിട്ട് അവിടെ പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവ്. അപ്പോൾ പിതാവ് അവിടെ വന്നു. പിതാവെന്ന് പറയുന്ന ആളത്വം അവിടെ വന്നു. രണ്ടാമത് പറയുന്നത് ആത്മാവിൻ്റെ വിശുദ്ധീകരണം. അവിടെ ആത്മാവെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനുഷ്യാത്മാവിനെയല്ല, പരിശുദ്ധാത്മാവ. ആ ബൈബിള് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കണം, വ്യക്തമായിട്ടുണ്ട്. എവിടെയെല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം എസ് വരുന്നത് വലിയ അക്ഷരം, ഇംഗ്ലീഷിലെ വലിയ അക്ഷരം, ക്യാപിറ്റൽ ലെറ്ററാണ്. മനുഷ്യാത്മാവിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം സ്മോൾ ലെറ്റർ ആണ്, സ്പിരിറ്റ്. അത് പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആത്മാവിൻ്റെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ നോക്ക്, മനുഷ്യന്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ ഒന്ന് പിതാവ് പ്രവർത്തിക്കുന്നു, രണ്ട് പുത്രൻ പ്രവർത്തിക്കുന്നു, ആത്മാവ് പ്രവർത്തിക്കുന്നു, മൂന്നാമത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ എന്ത് ചെയ്യുന്നു? തളിക്കപ്പെടുന്നു. അവിടെ ആര് പ്രവർത്തിക്കുന്നു? പുത്രൻ പ്രവർത്തിക്കുന്നു. എത്ര വ്യക്തമായിട്ടാണ് അവിടെ പറയുന്നത്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം ഒന്നൊന്നല്ല അവിടെ പറയുന്നത്, മൂന്നും. ഒന്നുകൂടെ ആവർത്തിക്കുക, മൂന്നും മൂന്നാളത്വങ്ങളായിട്ട് പറയുകയാണ്. ഈ രക്ഷയിൽ പിതാവ് പ്രവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു, പുത്രൻ പ്രവർത്തിക്കുന്നു. ഇനി അടുത്തത് സ്നാനത്തിൽ. അത് നമ്മൾ ചിന്തിച്ചതാ. അത് പിന്നെയും ആവർത്തിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. മത്തായി 28:10 അത് ഞാൻ വ്യക്തമാക്കിയതാണ്. പിന്നെ അതൊന്നുകൂടെ പറയണമല്ലോ. അവിടെ പിതാവ് മത്തായി 28:19 ക്രിസ്തീയ സ്നാനത്തിൽ ഈ മൂന്ന് ആളത്വങ്ങളും വരുന്നുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അവിടെയാണ് അവർക്ക് ബുദ്ധിമുട്ട്. ഏതാ ഈ പറയപ്പെടുന്നവർക്ക് ബുദ്ധിമുട്ട്? അവിടെ നാമങ്ങളിൽ എന്ന് പറയാതെ എന്താ പറയുന്നത്? നാമത്തിൽ. അത് അർത്ഥമാക്കുന്നത് എന്തൊരു കണ്ടുപിടുത്തമാണെന്നറിയാമോ? അത് അർത്ഥമാക്കുന്നത് ആ നാമം എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറഞ്ഞ് ആ നാമം എന്ന് പറയുമ്പോൾ അത് മൊത്തത്തിൽ യേശുവിൻ്റെ നാമമാണ്. ആ യേശുവിൻ്റെ നാമത്തിലാണ് രക്ഷ. സ്നാനം കഴിപ്പിച്ചതും ആ യേശുവിൻ്റെ നാമത്തിലാണെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നു. വാത്സല്യ സഹോദരങ്ങളെ, മനഃപൂർവ്വം അതെല്ലാം വാസ്തവത്തിലെ സത്യത്തെ തമസ്കരിക്കുന്ന ഒരു പരിപാടിയാണ്. അവിടെ നാമത്തിൽ, ഞാനത് ത്രിയേകത്വം പഠിപ്പിച്ചപ്പോൾ ഒന്ന് ഓർപ്പിച്ചതാണ്. അവിടെ നാമത്തിൽ എന്ന് ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ നാമത്തെ ഉദ്ദേശിച്ചല്ല, ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറയുമ്പോൾ മൂന്നാളത്വങ്ങൾ എവിടെ അടങ്ങിയിരിക്കുന്നു? ഏകത്വത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതായത് ബഹുത്വങ്ങളുടെ ഏകത്വമാണ് ആ പ്രയോഗത്തിലൂടെ, അല്ലാതെ യേശുവിൻ്റെ നാമമല്ല. ബഹുത്വങ്ങളുടെ ഏകത്വമാണ് അവിടുത്തെ വിഷയം. അതുകൊണ്ട് വകതിരിച്ച് അതും പഠിക്കണം. ആ മൂന്നാളത്വങ്ങളെയും വെവ്വേറെ അവിടെ കാണുന്നുണ്ട്. തീർന്നില്ല. ഇതൊക്കെ ഇവരോട് കടന്നുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ കണ്ണിക്കാനും മണ്ണിക്കാനും ഒന്നും പോകണ്ട. ഇതിനെ ഒന്നും നന്നാക്കാൻ പറ്റുന്ന കാര്യമല്ല. മനസ്സിലായില്ലേ? നന്നാക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്നാൽ നമ്മളെങ്കിലും ഈ കാര്യങ്ങൾ വകതിരിച്ച് പഠിക്കുകയും വേണം. പോരാ, സഭയിൽ എന്ത് ചെയ്യണം? അതില്ലല്ലോ. അതില്ലാതെ വന്നതായി ഈ കുഴപ്പം മുഴുവൻ വന്നത്. നമ്മളാകപ്പാടെ വിശ്വാസി എങ്ങനെ ജീവിക്കണം, ഇത് പഠിപ്പിക്കേണ്ടെന്നല്ല ചാണ്ടപ്പിള്ള പറയുന്നത്, അത് ചെയ്യണം. പക്ഷേ അത് ഉപദേശത്തിൽ അടിസ്ഥാനപ്പെട്ടു വേണം പ്രായോഗിക ജീവിതമൊക്കെ പഠിപ്പിക്കേണ്ടതെന്നുള്ളത് സഭയിലെ എൽഡേഴ്സൊക്കെ വന്നിട്ടുണ്ടല്ലോ. എല്ലാവരോടുമായിട്ട് ഞാൻ പറയുക. അപ്പോൾ അവിടെ രക്ഷയിൽ ഈ മൂന്നാളത്വങ്ങളെ വെവ്വേറെ പറഞ്ഞിരിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവ്, ആത്മാവിൻ്റെ വിശുദ്ധീകരണം, യേശുക്രിസ്തുവിൻ്റെ രക്തം. അത് ആ മൂന്നാളത്വങ്ങൾ. അടുത്തത് സ്വർഗാരോഹണത്തെ സംബന്ധിച്ച് യേശുവിൻ്റെ, അത് പറഞ്ഞിട്ട് വേണമായിരുന്നു ഇത് പറയാൻ, പക്ഷേ ഞാൻ അങ്ങ് വിട്ടുപോയി. യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഈ മൂന്നാളത്വങ്ങളെ വെവ്വേറെ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 30-ാമത്തെ വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2:30. അവിടെ എന്താ പറഞ്ഞിരിക്കും? 33 അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത്. ആരെ? അവൻ, പുത്രൻ. പിന്നെ ആരുടെ വലത്തുഭാഗത്ത്? പറഞ്ഞ് നിങ്ങളും കൂടെ പറ. ആരുടെ വലത്തുഭാഗത്ത്? ദൈവത്തിൻ്റെ, അഥവാ പിതാവിൻ്റെ. അപ്പോൾ പുത്രൻ പിതാവായി. ഇനി അടുത്തത്
പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി. അപ്പോൾ അടുത്തയാളും വന്നു. സ്വർഗാരോഹണ സമയത്തുള്ള 3 ആളത്വങ്ങളുടെ കാര്യം പറയുക. അവൻ യേശു ക്രിസ്തു അഥവാ പുത്രൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത്. അപ്പോൾ പിതാവ് പിന്നിട്ട് പിതാവിങ്കൽ നിന്ന് ആരെ കൊടുത്തു? പരിശുദ്ധാത്മാവിനെ കൊടുത്തു. അപ്പോൾ എൻ്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, യുവതി യുവാക്കളെ, കുഞ്ഞുങ്ങളെ, ഈ 3 ആളത്വങ്ങളും വെവ്വേറെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് വ്യത്യസ്തമായ ആളത്വങ്ങൾ തന്നെയാണ്. അപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്ന പോലെ സാരാംശത്തിൽ ഒന്നാകുന്നുവെന്നും നാം മനസ്സിലാക്കണം. ഇനി അടുത്തത് മറ്റൊരു വാക്യം, ഈ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഈ 3 ആളത്വങ്ങളെയും വളരെ ഭംഗിയായി 3ആയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ വിഷയം എന്തോ അത് കേൾക്കട്ടെ. എന്തോ ഇപ്പം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ചിലർ ഈ ക്ലാസ് കഴിഞ്ഞങ്ങോട്ട് ഇറങ്ങുമ്പോഴേ ക്ലാസ്സിന് വരാത്തവരെ കാണും. അവരോട് പറയും, എന്നാ വരാഞ്ഞേ? പറ്റിയില്ല, വരേണ്ടതായിരുന്നു കേട്ടോ, വരേണ്ടതായിരുന്നു, എന്നെ ക്ലാസ്സായിരുന്നു. അപ്പോൾ അവർ ചോദിക്കും, എന്തായിരുന്നു വിഷയം? അതാ ഞാനും ഓർക്കും. അതുപോലുള്ള ഗതികേട് ഇവിടെ വന്നെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എന്തുവാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുവാ? ഈ 3 ആളത്വങ്ങളും ഒന്നല്ല. 3 ആളത്വങ്ങളും 3 ആളത്വങ്ങൾ തന്നെയാണ്. അതൊന്നാക്കി യേശുവിൻ്റെ നാമത്തിലേക്ക് അത് കൊണ്ടിടേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പോൾ ആ 3 ആളത്വങ്ങളും വളരെ വ്യത്യസ്തമായി തന്നെ 3 ആളത്വങ്ങളായി പറഞ്ഞിരിക്കുന്ന ഓരോരോ ഭാഗങ്ങളാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി. പിള്ളേരൊക്കെ നല്ല സന്തോഷത്തിലാണ്. അവരുടെ മനസ്സ് പറയുന്നുണ്ട്, ഈ അങ്കിളിനെ 2 ആഴ്ചയ്ക്ക് മുമ്പേ വിളിക്കാൻ വയ്യായിരുന്നു. ഇനി നമുക്ക് അടുത്തത് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഏകകമായി പറയുന്ന പല കാര്യങ്ങളുണ്ട്. 1 ഒരുവൻ എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ 3 ആളത്വങ്ങൾ വെവ്വേറെ പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ വിഷയം. എന്താണ് ഈ 3 ആളത്വങ്ങൾ വെവ്വേറെ പറഞ്ഞിരിക്കുന്ന ക്രമം? ഞാനങ്ങ് പറയാം, കേട്ടോളുക. ആത്മാവ് 1. ആത്മാവ് 1. ഏതാത്മാവ്? പരിശുദ്ധാത്മാവ് 1. 2, കർത്താവ് ഒരുവൻ. അല്ലേ? എത്ര ഭംഗിയായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. കർത്താവ് ഒരുവൻ. അതാരാ? പുത്രൻ. 3ാമത് അവിടെ എഴുതിയിരിക്കുന്ന എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഈ 3 ആളത്വങ്ങളെ വകതിരിച്ച് വെവ്വേറെയായി വ്യക്തമായി എഴുതി തരുമ്പോൾ പറയുക, അങ്ങനൊന്നില്ല, അങ്ങനൊന്ന് അത് അവരുടെ കയ്യിലില്ലെന്നായിരിക്കും. വേദപുസ്തകത്തിൽ ഉണ്ട്, വേദപുസ്തകത്തിലുണ്ട്. മനസ്സിലായില്ലേ? ഇനി ഇച്ചിരി കാര്യമായിട്ട് പറയാനുള്ളത് നാളെ ഒടുവിലത്തെ ക്ലാസ്സിൽ പറയാം. എന്നാലും ഞാനങ്ങ് പറഞ്ഞു പോവാണല്ലോ. ഇനി യോഹന്നാൻ 14:16 നോക്കാം. യോഹന്നാൻ 14:16 നോക്കാം. അവിടെയും ആ 3 ആളത്വങ്ങൾ കാണുന്നുണ്ട്. നോക്കിയേ, ഇതെല്ലാം ഞാൻ ഇതിനകത്തു നിന്നാണ് ഈ പറഞ്ഞു തരുന്നത്. യോഹന്നാൻ 14:16 അവിടെ പറയുന്നത് കേട്ടെ. യേശു പറയുന്നതാ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക്. ആ 3 ആളത്വങ്ങളും നോക്കിയേ. എന്നാൽ ഞാൻ ആരാ? ഞാൻ പുത്രൻ. ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് പറയുക, പുത്രനാണ് ഞാൻ, പുത്രൻ. അടുത്തത് പിതാവിനോട് ചോദിക്കും. അപ്പം മറ്റേ ആളത്വവും വന്നു, പിതാവ്. ഒടുവിൽ അവൻ അവിടെ പറയുന്ന പിതാവ്, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ. അവിടെ ആ 3 ആളത്വങ്ങളുണ്ടച്ചാ. മനസ്സിലായില്ലേ? ഞാനുണ്ട് അവിടെ, പുത്രൻ. പിതാവിനോട് ചോദിക്കും, പിതാവിനെ അവിടെ കാണുന്നു. പിന്നെ കാണുന്നത് എന്താ? സത്യത്തിൻ്റെ
അല്ലെങ്കിൽ കാര്യസ്ഥൻ, സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥൻ. ആ 3 വ്യക്തിത്വങ്ങളെയും 3 ആളത്വങ്ങളെയും അവിടെയും ആത്മാവിൻ്റെ വാഗ്ദാനത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തു തന്നെ, ഇവർ ഈ പറയുന്ന പോലല്ല, ക്രിസ്തു തന്നെ പറയുക ഈ 3 ആളത്വങ്ങളും ഉള്ളതാണ്. അത് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഈ കാര്യസ്ഥൻ പറഞ്ഞപ്പോൾ ഓർത്തപ്പോൾ അങ്ങ് പറയുക. കാര്യം രാത്രി പോയി എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങും. ഈ ആത്മാവ് ദൈവത്തിൻ്റെ ശക്തി എന്നാണ് പറയുന്നത്. ഈ കൂട്ടരും ആ കൂട്ടരും, ആ കൂട്ടരും ഈ കൂട്ടരും ശക്തിയാണെന്ന, ദൈവത്തിൻ്റെ ശക്തിയാണെന്ന്. ശക്തിയെ കയറി ആരെങ്കിലും കാര്യസ്ഥൻ എന്ന് വിളിക്കുമോ? കരണ്ട് പോയി, ഇപ്പോഴല്ല, ഉദാഹരണം. അല്ലെങ്കിൽ വിദ്യുച്ഛക്തി, അതെന്തോ ശക്തിയാ, അത് പോയി. അപ്പോൾ ഇവിടെ ഒരാൾ പറഞ്ഞു കാര്യസ്ഥൻ പോയി, കാര്യസ്ഥൻ പോയി. കുറേ കഴിഞ്ഞ് കരണ്ട് വന്നു. അപ്പോൾ ചിലർ പറഞ്ഞു കാര്യസ്ഥൻ, അവരെ എവിടെ പറഞ്ഞയക്കണം നമുക്ക് വേഗത്തിൽ? 2 സ്ഥലം കേരളത്തിലുണ്ട്, എവിടെയെങ്കിലും അത് പറഞ്ഞു വിടണം. കാര്യസ്ഥൻ എന്ന് വിളിക്കുന്നത് ഒരു വ്യക്തിയല്ലേ? ശക്തിയെ വല്ലവരും വിളിക്കുമോ? ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ അവനെന്ന് വിളിച്ചിട്ടുണ്ട്. കാറ്റടിക്കുമ്പോൾ അവൻ അടിക്കുന്നുണ്ട്, പറയുമോ? ഓ, ഇന്ന് അവൻ അടിച്ചതൊരു വല്ലാത്ത അടിയായി പോയി, അങ്ങനെ പറയുമോ? അത് ശക്തിയാണ്, വ്യക്തിയല്ലാത്ത ശക്തി. അപ്പോൾ ശക്തിയെ അവൻ എന്ന് വിളിക്കാറില്ല. തന്നെയല്ല ആത്മാവ്, ഇതൊക്കെ വലിയ വിഷയമാണ് കേട്ടോ. നിങ്ങളൊക്കെ മിടുക്കരാ, ഇരിപ്പ് കണ്ടാലറിയാം, പഠിച്ച് റെഡിയായിരിക്കുക. പിന്നെ ഇങ്ങേര് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് അല്ല, ഞങ്ങളുടെ വെച്ചിരിക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് ഇരുന്നോട്ടെ എന്ന് കരുതിയാ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ വേറൊന്ന്, കാര്യസ്ഥനെന്ന് വിളിച്ചിട്ടുണ്ട്, അവനെന്ന് വിളിച്ചിട്ടുണ്ട്. വേറൊരിടത്ത് പറയുന്നു പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അയ്യോ, ശക്തിയാണേൽ എങ്ങനെ അവനെ ദുഃഖിപ്പിക്കുന്നത്? ശക്തിയെ ദുഃഖിപ്പിക്കാൻ പറ്റൂ? നിങ്ങൾ പറ, ചുമ്മാതെ ഞാൻ ചോദിക്കുന്നതിന് മറുപടി ഒന്നും മക്കൾ ചിന്തിക്കണം. ശക്തിയെ ദുഃഖിപ്പിക്കാൻ പറ്റൂ? ഓ, കാറ്റിന്ന് വളരെ ദുഃഖത്തോടാ പോയത്, അങ്ങനെയില്ല. പിന്നെ ആരാ ദുഃഖിക്കുന്നത്? പറ. വ്യക്തിയാ ദുഃഖിക്കുന്നത്. അപ്പോൾ ആത്മാവ് ദുഃഖിക്കുന്നു എന്ന് പറയുമ്പോൾ ആത്മാവ് ആരാ? വ്യക്തിയാണ്. ഓ, എന്നിട്ട് എനിക്കറിയാം ഇതുങ്ങൾ എവിടം കൊണ്ടാണ് ഈ വേദപുസ്തകം വായിക്കുന്നതെന്നറിയാം. വേദപുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയല്ല, ശക്തിയുള്ള വ്യക്തിയാണ്, ശക്തിയുള്ള വ്യക്തിയാണ്. അപ്പോൾ കാര്യസ്ഥൻ എന്ന് വിളിച്ചിട്ടുണ്ട്, അവനെന്ന് വിളിച്ചിട്ടുണ്ട്. പിന്നെന്തോ നമ്മളിപ്പോൾ പറഞ്ഞത്? ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊരിടത്ത് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിനോട് അവരെന്ത് ചെയ്തു? മത്സരിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് ചിലരെന്ത് ചെയ്യും? ഞാൻ ഈ പറയുന്ന കൂട്ടരെല്ലാം പരിശുദ്ധാത്മാവിനോട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മത്സരിച്ചുകൊണ്ടിരിക്കുക. അത് കേട്ട് നമ്മുടെ ചില സഭയിലെ ചില ആളുകളും പരിശുദ്ധാത്മാവിനോട് മത്സരിച്ചു കൊണ്ടിരിക്കുക. അവർ മത്സരിക്കുന്നതെന്ന് മൂപ്പന്മാർക്ക് ഇതുവരെ പിടികിട്ടിയിട്ടുമില്ല. മനസ്സിലായില്ല? ഈ പറഞ്ഞത് നിങ്ങൾക്കും പിടികിട്ടിയില്ല. മനസ്സിലായില്ല? പരിശുദ്ധാത്മാവിനോട് മത്സരിക്കുന്നു. ഒരു വ്യക്തിയോടല്ലേ മത്സരിക്കാൻ പറ്റുള്ളൂ, അല്ലേ? പിന്നെ ആത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും. അപ്പോൾ വഴി നടത്തുന്ന ആരാ? വ്യക്തിയാണ് നടത്തുന്നത്. ശ്രദ്ധിക്കുക, വ്യക്തിയാണ് വഴി നടത്തുന്നത്. അപ്പോൾ അതെല്ലാം കൊണ്ട് വിവരിക്കാൻ പോയാൽ നേരം വെളുക്കും. അപ്പോൾ ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആര് ചെയ്യുന്നുണ്ട്? പരിശുദ്ധാത്മാവ് ചെയ്യുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ ദൈവത്തിൻ്റെ കേവലം ഒരു ശക്തിയാണെന്ന് പറയുന്ന ഈ ആളുകളോട് നമ്മൾ എന്താ പറയേണ്ടത്? എൻ്റെ പൊന്നു സഹോദരന്മാരെ, ദണ്ണം കൊണ്ട് പറയും, ഏതെങ്കിലും ഒരുത്തൻ നമ്മുടെ ഇടയിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ നീ പറയുന്നത് ശരിയാണെന്ന് എനിക്കിപ്പം ബോധ്യമായി, ഇപ്പോഴാടാ എനിക്ക് മനസ്സിലായ പറയരുത്. നിങ്ങൾ അവനെ നരകക്കുഴിയിലേക്ക് തള്ളിക്കളയുക. അവനെ വിളിച്ച് അവൻ്റെ വീട്ടിൽ ചെന്ന് എൽഡേഴ്സ് ആകട്ടെ ആരുമാകട്ടെ അവരുടെ അടുക്കൽ ചെന്ന് സൗമ്യതയുടെ ആത്മാവിൽ ഇരുത്തി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടവർ മൗനം പാലിച്ചാൽ പിന്നെ എന്താ ചെയ്യുന്നത്?
എത്ര ദുഃഖകരമായ അവസ്ഥ. ഇത്രയും കാര്യങ്ങൾ ആത്മാവ് ഒരു ശക്തിയുള്ള വ്യക്തിയാണെന്ന് തെളിയിക്കുമ്പോൾ അത് കേവലം ദൈവത്തിൻ്റെ ശക്തിയാണെന്നും പറഞ്ഞ് നടക്കുക. ഓക്കെ, അപ്പോൾ അവിടെ 3 കാര്യങ്ങൾ കാണുന്നു. ഇനി അടുത്തത് ഇവർ വാസം ചെയ്യുന്നുണ്ട് നമ്മുടെ ഉള്ളത്തിൽ. കണ്ടിട്ടുണ്ടോ? ആകപ്പാടെ ഒരാളുണ്ടെന്നറിയാം. ആരാ? യേശു ഉണ്ടെന്നറിയാം. അതിനൊരു വാക്യവും നമുക്കറിയാം. വെളിപ്പാട് 3:20. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ഞാൻ തുറന്നു കൊടുത്തു വന്നു. അപ്പോൾ യേശു എവിടെ ഉണ്ട്? സംശയിക്കേണ്ട, ഉണ്ട്. പക്ഷേ യേശു മാത്രമേ ഉള്ളൂ മോനെ. വായിച്ചേ മോനെ. അയ്യോ, ഇതെല്ലാം കൊണ്ടുവന്നിരിക്കുക. ഇന്നത്തെ പണി മുഴുവൻ ഇതായിരുന്നു. നമുക്ക് ആ ഭാഗവും നോക്കാം. ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യം ഒന്ന് വായിച്ചേ വേഗത്തിൽ. അത് മാത്രം ഞാനൊന്ന് വായിക്കുന്നവർ ഉറച്ച്. കണ്ടിട്ടുണ്ടോ ഈ വാക്യം? 14 കണ്ടിരിക്കുന്നത് നമ്മൾ ഒന്നേ ഉള്ളൂ. ഒരു കാര്യമാണ് കാണാതെ പഠിച്ചിരിക്കുക. എന്താ 14 നമ്മൾ കാണാതെ പഠിച്ചിരിക്കുന്ന ഒരു വാക്യം എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. അത് കാണാതെ പഠിച്ച് വെച്ചിരിക്കുക. നോക്കുക, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ? നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ എന്താ അവിടെ യേശു പറയുന്നത്? നിർത്താറായെന്നാണോ പറയുന്നത്? അല്ല, എനിക്കൊരു സംശയം വന്നു. അവിടുന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ ഇന്ന് ലീഡ് ചെയ്യുന്ന ആളല്ലേ, ചിലപ്പോൾ സമയം. ഓക്കെ, എന്താ അവിടെ പറയുന്നത്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. ഇതിനു മുമ്പ് അത് കണ്ടിട്ടുണ്ടോ ആ വാക്യം? ഞങ്ങള് അവൻ്റെ അടുക്ക വന്ന് ഞാനെന്നല്ല അവിടെ പറഞ്ഞത്. എൻ്റെ പൊന്നു യുവാക്കളെ, സഹോദരന്മാരെ, അവിടെ ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്ന ഞങ്ങള്. അതുകൊണ്ട് ഈ ഞങ്ങളെല്ലാം കൂടെ ഒന്നല്ല. ഇനി എന്നിത് മനസ്സിലാക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവൻ്റെ അടുക്കൽ ചെന്ന് വാസം. ആരാ ഞങ്ങൾ? ഈ ത്രിയേക ദൈവം. പിതാവും പോകും, പുത്രനും ചെല്ലും, പിന്നെ പരിശുദ്ധാത്മാവും ചെല്ലും. പരിശുദ്ധാത്മാവ് ചെല്ലുമോ? 1 കൊരിന്ത്യർ 3:16 വാക്യം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ. സ്തോത്രം. ഇത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടോ? ഉണ്ടോ? ഈ ത്രിയേക ദൈവം എന്നിൽ വസിക്കുന്നു എന്ന് പറയുന്നത് ശരി എന്തോന്ന് ചിന്തിച്ചേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ ആനന്ദമേ, പരമാനന്ദമേ, ഇരു സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ. എത്ര വലിയ സന്തോഷമാണ്! ഈ പാർത്തലത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവ് ആ ത്രിയേക ദൈവം, പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം പാവപ്പെട്ടവരായ നമ്മളിൽ വന്ന് വാസം ചെയ്യുക. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് ഇല്ലേ? അതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ചിന്തിച്ചു. അവർ വരുന്ന അവിടെ 3 ആളത്വങ്ങൾ. ഇനി അടുത്ത കൃപാവരത്തിൻ്റെ കാര്യത്തിൽ ഈ 3 ആളത്വങ്ങളെയും വെവ്വേറെ പറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയുന്നു. 1 കൊരിന്ത്യർ 12:4 മുതൽ 6 വരെ ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ഇടയ്ക്കൊക്കെ ക്ലാസ് ആയതുകൊണ്ട് ഞാനൊന്ന് വായിപ്പിക്കും. വായിച്ചേ.
ശ്രദ്ധിച്ച് കേട്ടോണം. അദ്ദേഹം നല്ല ക്ലിയർ ആയിട്ടാണ് വായിക്കുന്നത്. എന്താ? കൃപാവരങ്ങളിൽ അടുത്തത് മതി. ആത്മാവ് ഒന്ന്. ശ്രദ്ധിക്കണേ, ആത്മാവ് അടുത്തത്. കർത്താവ് ഒരുവൻ. അപ്പോൾ രണ്ടാളത്വമായില്ലേ? ആത്മാവ്, കർത്താവ്. അടുത്തത് ഒരുവൻ തന്നെ. അപ്പൊ മൂന്നാളത്വങ്ങളെ അവിടെ കണ്ടില്ലേ? കൃപാവരങ്ങളോടുള്ള ബന്ധത്തിൽ കേൾക്കുക. കൃപാവരങ്ങളോടുള്ള ബന്ധത്തിൽ ഈ മൂന്നാളത്വങ്ങളും പ്രവർത്തിക്കുന്നത് പറയുമ്പോൾ അത് വെവ്വേറെയുള്ള ആളത്വങ്ങളായിട്ടാണ് വ്യക്തമായി പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നതായി കാണാൻ കഴിയും. ഇനി ഒരൊറ്റ കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ആശീർവാദത്തിൽ ഈ മൂന്ന് ആളത്വങ്ങളെയും വെവ്വേറെ പറഞ്ഞിട്ടുണ്ട്. 2 കൊരിന്ത്യർ, അത് കാണാതെ അറിയാം. 2 കൊരിന്ത്യർ 13:14. കാര്യം അത് പറഞ്ഞ് അങ്ങ് പരിചയമായില്ലേ? അപ്പോൾ ആരായി? യേശുക്രിസ്തു പുത്രനായി. പിതാവായി, പിതാവിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവായി, പരിശുദ്ധാത്മാവിൻ്റെ. നോക്ക് എൻ്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ആശീർവാദത്തോടുകൂടെ നമ്മൾ അവസാനിപ്പിക്കുക. ക്ലാസ് അവസാനിപ്പിക്കുന്നില്ല ഈ വിഷയം. ക്ലാസ് അവസാനിപ്പിക്കുമെന്ന് ആരും സന്തോഷിക്കേണ്ട. ഇനിയും കിടപ്പുണ്ട് 15 മിനിറ്റ്. അപ്പം ഞാൻ പറഞ്ഞത് ഓർത്തുകൊള്ളുക. ഈ ആശീർവാദത്തിൽ ഈ മൂന്നാളത്വങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? വെവ്വേറെ പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവിൻ്റെ സ്നേഹം, പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ. അപ്പോൾ ഇതെല്ലാം കൂടി എന്തിനാണ് കൂട്ടിക്കുഴയ്ക്കുന്നത്? ഈ ചക്കയും മാങ്ങയും കൂടെ കൂട്ടിക്കുഴയ്ക്കുന്നത് പോലെ ഇത് മൂന്നായിട്ട് നമ്മൾ എത്ര എണ്ണം ഇപ്പോൾ ചിന്തിച്ച് ഓർമ്മയുണ്ടോ? വല്ലതും അക്കം ഇട്ടിട്ടുണ്ടോ എഴുതിയപ്പം? എത്രയായി? 50? 8ഒന്നുമല്ല, എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ 12, 13, 14 ഉണ്ടല്ലോ. അന്ന് അത്ര എഴുതിയുള്ളായിരിക്കും. ഇനി 2, 3 എഴുതിയിട്ട് ഒരു നമ്പർ കൊടുത്താണോന്നും അറിയാൻ പറ്റും. എന്തോ ആയിക്കോട്ടെ, നമ്പർ എത്രയായിക്കോട്ടെ. ഞാൻ പറഞ്ഞത് ഒരു 10-12 വചനങ്ങൾ മനസ്സിലാക്കണം. ഈ 10-12 വചനങ്ങളിലൂടെ നമ്മളൊരു കാര്യം പഠിച്ചു. എന്ത് പഠിച്ചു? ഇതെല്ലാം കൂടി യേശു അല്ല, ഇത് ഓരോരോ ആളത്വങ്ങളാണ്, വെവ്വേറെ നിൽക്കുന്നതാണ്, വ്യത്യസ്തമായ ആളത്വങ്ങളാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഇപ്പം പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതോടുകൂടെ അവരുടെ കാര്യങ്ങൾക്കും ഒരു തീരുമാനം ആയി. മനസ്സിലായി? ഇനി നമ്മൾ രാവിലെ ചിന്തിച്ചതിൻ്റെ ബാലൻസ് ചിന്തിക്കാൻ പോവാം. എന്തായിരുന്നു രാവിലെ ചിന്തിച്ചത്? പിതാവ് ദൈവം നമ്മൾ ചിന്തിച്ചു. അടുത്ത് പുത്രൻ ദൈവമാണ്. ഈ യഹോവ സാക്ഷികളെന്ന് പറയുന്ന ആളുകൾക്ക് ഇതാണ് കുഴപ്പം. എന്താ? പുത്രൻ പിതാവിനോട് സമനായ ദൈവമെന്ന് പറയുന്നത് വലിയ പാടാണ്. ദൈവമാണെന്ന് അവർ വേണേ സമ്മതിക്കും, പക്ഷേ പിതാവിൽ നിന്ന് താഴത്തെയാണ്. അപ്പോൾ അതിനുള്ള മറുപടി നമ്മൾ ഒരെണ്ണം ചിന്തിച്ചായിരുന്നു. എന്തായിരുന്നു? വീരനാം ദൈവം എന്ന് ചിന്തിച്ചു. എബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ യേശുക്രിസ്തു പിതാവിനോട് സമനായ ദൈവമാണെന്ന് തെളിയിക്കുന്ന 2 പ്രയോഗങ്ങൾ അവിടെ ഉണ്ട്. എവിടെയാ? എബ്രായർ 1:3. യേശുക്രിസ്തു പിതാവിനോട് സമനായ ദൈവമാണെന്ന് തെളിയിക്കുന്ന 2 പ്രയോഗം എന്താണെന്നറിയാം? ഒന്ന്, അവൻ്റെ തേജസ്സിൻ്റെ പ്രഭാവം. അവൻ ആര്? പുത്രൻ. അവൻ്റെ ആരുടെ? പിതാവിൻ്റെ. പുത്രൻ പിതാവിൻ്റെ തേജസ്സിൻ്റെ പ്രഭ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇതൊക്കെ പഠിക്കുമ്പോഴാണ് ആത്മീയ മല്ലന്മാരായിട്ട് അങ്ങോട്ട് മാറുന്നത്. ഒരു ചോദ്യം ചോദിക്കാം, അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. ആദ്യം വരുന്നത് തേജസ്സാണോ പ്രഭയാണോ? ആദ്യം
ആദ്യം ഉണ്ടാകുന്നത് തേജസ്സാണോ പ്രഭയാണോ? അയ്യോ, മിണ്ടുന്നില്ലല്ലോ. പ്രഭ എപ്പം വരും? പ്രഭ പിന്നെ എപ്പോഴാണ് വരുന്നത്? പറ. പിതാവും പുത്രനും വിട. ഞാൻ നമ്മുടെ ഇവിടുത്തെ വ്യവസ്ഥിതിയാണ് ചോദിച്ചത്. തേജസ് ആദ്യം വരുന്നു, പ്രഭ പിന്നെ എപ്പം വരും മക്കളെ? അയ്യോ, പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, വലിയ IT-കാരും അവരും ഇവരും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ മോനെ. പ്രഭ എപ്പം വരും? സ്വർഗത്തിൽ അരമണിക്കൂർ. പ്രഭ എപ്പോൾ ഉണ്ടായി? തേജസ്. കറക്റ്റ്. തേജസ് എപ്പോഴുണ്ടോ അപ്പോൾ എന്തുകൊണ്ട്? തേജസ് ഉണ്ടെന്ന് എങ്ങനെ അറിയുന്നേ? പറ. പ്രഭയില്ല, അത് തേജസ്സിനെ അറിയാൻ പറ്റുമോ അച്ഛാ? പ്രഭയിലൂടെയാണ് ആരെ അറിയുന്നത്? എന്തിനെ അറിയുന്നത്? ഇത് രണ്ടും ഒന്നിച്ച ഓർക്കണം. അവന്റെ തേജസ്സിന്റെ പ്രഭ. സഹോദരങ്ങളെ, പുത്രൻ പിതാവിന്റെ തേജസ്സിന്റെ പ്രഭ. അപ്പൊ പിതാവാരാ? തേജസ്. പ്രഭയാരാ? പുത്രൻ. ഈ തേജസ് ഉണ്ടായി കഴിഞ്ഞ് എത്ര കഴിഞ്ഞാണ് പ്രഭ വന്നത്? പെന്തക്കോസ്തുകാരാകുകയല്ല, ഒരു ഹല്ലേലൂയ പറഞ്ഞാലും കുഴപ്പമില്ല. എന്താ കാര്യമെന്നറിയാമോ? തേജസ് എപ്പം മുതലുണ്ടോ? ആ പ്രയോഗം ദൈവത്തോടുള്ള ബന്ധത്തിൽ ശരിയല്ലെങ്കിലും മനസ്സിലാക്കാൻ പറയുക. തേജസ് എപ്പോൾ മുതലുണ്ടോ അപ്പോൾ മുതൽ ഇതുകൊണ്ട്. പിന്നെ പിതാവിനെയൊക്കെ താന്നതാന്ന് എങ്ങനെയാ പറയാൻ പറ്റുന്നത്? പറ. ദൈവമേ എന്ന് പറഞ്ഞാൽ പിതാവ് എങ്ങനെയുള്ള പിതാവാ? നിത്യപിതാവ്. നിത്യപിതാവ്. സ്തോത്രം. അന്ന് മുതൽ എന്തുകൊണ്ട്? പ്രഭയുമുണ്ട്, പുത്രനുമുണ്ട്. അപ്പം നിത്യപിതാവിന് നിത്യപുത്രൻ. മനസ്സിലായില്ലേ? ഇതൊക്കെ അങ്ങോട്ട് അടിച്ച് വിട്ടാലുണ്ടല്ലോ. ഞാൻ മസ്കറ്റിൽ പോയി. ഞാൻ അവിടെ പോയ കാര്യം പറയാനൊന്നുമില്ല. മസ്കറ്റിൽ ഇപ്പോൾ ആർക്കും വേണേൽ കാശുണ്ട്. അപ്പോൾ ഞാൻ താമസിച്ച വീട്ടിലെ സഹോദരൻ പറഞ്ഞു, ഞാൻ ദിവസം തോറും നടക്കാൻ പോകുന്നുണ്ട്. എൻ്റെ കൂടെ നടക്കാൻ യഹോവ സാക്ഷികളിലെ 2 സഹോദരിമാരുമുണ്ട്. മറ്റേ ഭാര്യയും ഭർത്താവും ഇവർ പോകുന്ന പോലെ ഭാര്യയും ഭർത്താവും കൂടെ നടക്കാൻ പോകുന്നു. ആ കൂട്ടത്തിൽ ഈ സഹോദരിമാർ സ്ത്രീകളും ചെല്ലും. അപ്പോൾ പരിചയപ്പെട്ടപ്പോൾ അവരവിടെ വന്നു. കേൾക്കേ, അത് സാരമില്ലെന്നേ, അതാ മോൻ അത് ചെയ്തോളും ഭംഗിയായിട്ട്, നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവർ തമ്മിൽ തർക്കങ്ങളുണ്ടാകും. അപ്പോൾ ഒരു ദിവസം ഇവർ പറഞ്ഞു, ഞങ്ങളുടെ ഇവിടെ വീട്ടിൽ കേരളത്തിൽ നിന്നൊരു സുവിശേഷകൻ വന്ന് താമസമുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കാണാനൊന്ന് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർക്ക് ഏതാണ്ട് ഒരു 9 മണിക്കോ 10 മണിക്കോ 9 മണിക്കെങ്ങാണ്ട് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വരാം, ഞങ്ങൾ നടക്കാൻ പോകുന്ന സമയം അതിവിടെ ചിലവഴിച്ചോളാം, നടക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. ഒരു ഇരയെ കിട്ടിയതല്ലേ, സന്തോഷമായി. ഇവർ വന്ന് എന്തൊക്കെയോ കരുക്കൾ ക്രമീകരിച്ചാണ് വന്നപ്പം പയ്യെ സംസാരം തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ അങ്ങ് എടുത്തിട്ടു. ക്രിസ്തുവിനെ സംബന്ധിച്ച് നിങ്ങൾക്കെന്താ അഭിപ്രായം? ഞങ്ങൾക്ക് നല്ല അഭിപ്രായം. ക്രിസ്തു ദൈവമാണോ? ക്രിസ്തു ദൈവമാണ്. പിതാവിനോളം അല്ല. എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രനെ സൃഷ്ടിച്ചതാ. എന്ന് സൃഷ്ടിച്ചു? അതാദ്യം പുത്രനെയാണ് സൃഷ്ടിച്ചത്. അപ്പോൾ പുത്രനെ സൃഷ്ടിക്കുന്നത് വരെ ദൈവം പിതാവായിരുന്നോ? ഇതിന് വചനം മാത്രം പഠിച്ചാൽ പോരെന്നേ, ഇച്ചിരി കുസൃതിയും കൂടെ പഠിക്കണം.
ഇന്ന് വരുന്ന കുഴപ്പം ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഈ ആളുകളുമായിട്ട് ഇടപെട്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ ആരോടും മിണ്ടോന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയി സഭയിൽ പോയി ഇങ്ങനെ ഇരുന്നു പറയുമ്പോൾ പയ്യ അതും കൊണ്ട് ഇങ്ങോട്ട് വന്നു, അങ്ങനെയുള്ളവർക്ക് ഇത് പറ്റിയ പരിപാടിയല്ല. അത് പറ്റിയ പരിപാടിയില്ല. ആളുകളുമായിട്ട് ചെറുപ്പം മുതലേ വാഗ്വാദവും തർക്കങ്ങളും ഒക്കെ ഉള്ളവർക്കാണ് ഇതിനെങ്ങനെ മറുപടി. അതിന് എന്തോ മോനെ അതിന് വലിയ അപ്പോളജിസ്റ്റിക് ഒന്നും ആകേണ്ട കാര്യം. നമ്മുടെ ഇടയിൽ കുറേ അപ്പോളജിസ്റ്റിക് ഉണ്ട്. ചോദിച്ചാൽ അച്യുതാനന്ദൻ പറഞ്ഞല്ലോ ബബ്ബ പറയും, അതല്ല വിഷയം. ഇത് മനുഷ്യനുമായിട്ട് ഇടപെട്ട് കിട്ടുന്നു. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം പിന്നെ ദൈവം എപ്പോഴാണ് പിതാവായത്? മറുപടി പറയാൻ പറ്റുമോ? കാരണം യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവന് ഗതിഭേദത്താലുള്ള മാറ്റമില്ലാത്തവന്. അത് നിത്യ പിതാവ് ഇങ്ങനെ ഞാൻ പറയുന്നത് മതി. നിത്യപിതാവാണെങ്കിൽ പുത്രനാര പറഞ്ഞില്ല, എന്നാൽ ഞങ്ങൾ പോട്ടെ ആട്ടെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ദൈവത്തെ സ്തുതിക്ക്. ദൈവം നമുക്ക് വചനത്തിലൂടെ കിട്ടിയിരിക്കുന്ന വെളിച്ചമെന്ന് പറയുന്നത് യുവാക്കളെ ചെറുതല്ല മക്കളെ, ചെറുതല്ല. ഓടിപ്പോകാൻ വളരെ എളുപ്പമാണ്. ഓടിപ്പോകാൻ അവിടെയാ കുറെ കൂടെ ഉണർവ്. ഒരുത്തനെ എന്നോട് പറഞ്ഞു കുറേ നാൾ മുമ്പ്, ഇതെല്ലാം പറയാമെന്നാണ്, നമ്മൾ നിർത്താൻ പോവാം. ഒരുത്തന് എന്നോട് പറഞ്ഞു, ചാണ്ടപ്പിള്ള സാറേ, അവരൊക്കെ അങ്ങനെ വിളിക്കുന്നത്, ഞാൻ സാറൊന്നുമല്ല, ചാണ്ടപ്പിള്ള സാറേ, നിങ്ങൾ പ്രസംഗമൊക്കെ നല്ലതാണ്, ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങളുടെ ആരാധന ഒരു ചത്ത ആരാധനയാണ്. നമ്മുടെ ആളുകളാണെങ്കിൽ ഉടനെ അതിനെ കണ്ണിക്കും. അങ്ങനെയൊന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിരിക്കും, ഞങ്ങളുടേത് ചത്തത് ആയിരിക്കും, നിങ്ങളുടേത് ശവം എടുക്കുമ്പോഴത്തെയാന്ന് പറഞ്ഞു. നിങ്ങളുടേത് ശവം എടുക്കുമ്പോൾ എന്നാ ബഹളം, എന്നാ അന്യായ ബഹളം, നെഞ്ചത്തലിക്കാൻ. നമ്മളല്ലേലും ഒരു ബഹളവും ഒച്ചപ്പാടും കരച്ചിലും ബഹളവും അല്ലേ. ഞാൻ പറഞ്ഞു നിങ്ങളുടേത് അത് എടുക്കുമ്പോഴത്തെയാ, ഞങ്ങളുടേത് ഈ ചത്തതാണെങ്കിൽ. ഞാൻ പറഞ്ഞതിൻ്റെ സാരം മക്കളെ ഞാൻ നിങ്ങളോടൊക്കെ പറയുക. കഴിഞ്ഞ കുറേ കാലം മുമ്പ് ഒരു സഹോദരി പരിചയമുള്ളതാണ്, എന്നോട് വന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ മക്കളുടെ കാര്യമൊക്കെ ചോദിച്ചു. ഇതെല്ലാം നടന്ന കാര്യമാണേ. അപ്പം ഞാൻ ചോദിച്ചു, മക്കളൊക്കെ എവിടെയാ? മൂത്ത മകൾ ബാംഗ്ലൂരിലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തോ ചെയ്യുക, പഠിക്കുക, ഇന്നത് പഠിക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ഒരു സുവിശേഷകനല്ലേ, പെട്ടെന്ന് ചോദിച്ചു, അവിടെ ഏത് സഭയിലാണ് പോകുന്നത്? നമ്മുടെ സഭയിലാണോ പോകുന്നത്? എടുത്ത വല്ല സഹോദരി പറഞ്ഞു നമ്മുടേതല്ല. പിന്നെ എവിടെയാണ് പോകുന്നത്? അത് അടുത്ത് ഒരെണ്ണമുണ്ട്, അവിടെ പോകുന്നത്. ഞാൻ ചോദിച്ചു, അയ്യോ, നമ്മുടെ ബാംഗ്ലൂരെന്ന് പറഞ്ഞാൽ നമ്മുടെ സഭകളുടെ ബഹളമുള്ള സ്ഥലമാണ്, എവിടെയെങ്കിലും ഒന്ന് പോയാൽ പോലെ, അല്ലെ ആരെങ്കിലും അറിയിച്ചാൽ അവർ വന്ന് വാഹനത്തിൽ കൊണ്ടുപോകുമല്ലോ. എടുത്ത വായിൽ ഈ സഹോദരി പറയുക, അതിപ്പോൾ എവിടെയെങ്കിലും ഒന്ന്. ഭയങ്കര നല്ല മനസ്സാണ്, എവിടെയെങ്കിലും ഒന്ന്. അപ്പം ഞാൻ എടുത്ത വായി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്നിടത്തങ്ങ് നിന്നാൽ ഒരേ. കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ പഠിച്ചു പോകും കേട്ടോ. പോകുന്നതിന് മുമ്പ് അന്വേഷിക്കണം നമ്മുടെ കൂടിവരവുകൾ. അവിടെ അമ്മമാരോട് ഞാൻ പറയുക, നീ പോയി പഠിച്ച് ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് വിടാതെ അവിടെ നമ്മുടെ കൂടിവരവുണ്ട്, അവിടെ പോകണം. അങ്ങോട്ടൊക്കെ പോയാൽ എന്താണെന്ന് അല്ല, ഞാൻ ചിലപ്പോൾ കൺവെൻഷനും ക്ലാസ്സിനും ഒക്കെ പോകുന്ന ആക്റ്റീവായ ചെറുപ്പക്കാരാണെന്നറിയാം. അവിടെ നല്ല മിടുക്കരാണ്. അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓരോ സ്ഥലങ്ങളിൽ വിടുമ്പം ഓർത്തുകൊള്ളണം, അവരിൽ നിന്ന് ബാല്യം മുതൽ പഠിച്ച ഉപദേശം എന്ത് ചെയ്യരുത്, ചോർന്നു പോകാൻ ഇടയാകരുത്. ഇപ്പം നമ്മൾ ചിന്തിച്ചത് എന്താണ്? അവൻ്റെ അതാണല്ലോ വിഷയം. നിത്യപിതാവിന് നിത്യ പുത്രൻ. അടുത്തതൊന്നുകൂടെ പറയുന്നുണ്ട്, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. തത്വത്തിൻ്റെ, ഇതൊക്കെ ഭയങ്കര ഇതാന്നേ. എന്തോ ഈ തത്വത്തിൻ്റെ മുദ്രയെന്ന് ഉദ്ദേശിക്കുന്നത്? തേജസ്സിൻ്റെ പ്രഭാവം ഇപ്പം മനസ്സിലായി. തത്വത്തിൻ്റെ മുദ്ര എന്തോ? ആരാ പറഞ്ഞ്? 100 മാർക്ക് ശരിയാ പറഞ്ഞ്. തത്വം ആരാ? പിതാവ്. ആ മുദ്ര ഏതാ? ആ മുദ്ര ആരാ? പുത്രൻ. അപ്പോൾ തത്വത്തിൻ്റെ മുദ്ര ഏതാ? തത്വം എന്താണോ അതാണ് ഈ മുദ്ര. അതായത് എൻ്റെ സീല്, എൻ്റെ സീലില്ല കേട്ടോ. ചാണ്ടപ്പിള്ള ഫിലിപ്പ്, ഗ്രേസും ഇല്ല, മണർകാട് ബി ഒന്നും പറഞ്ഞ ഒരു സീല്, വട്ട സീലുണ്ടെന്ന് കൂട്ടിക്കോ. ഞാനത് ചെയ്യും. എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു കത്തെഴുത്, അതും ഇല്ല കേട്ടോ. കത്തെഴുതുന്ന കൂട്ടത്തിൽ ഞാൻ സീൽ അങ്ങോട്ട് ഇടിച്ച് വെച്ചു.
ഇവിടെ ചാണ്ടപ്പിള്ള എന്ന് എഴുതിയത് അവിടെ ഫിലിപ്പ് ചാണ്ടപ്പിള്ള എന്ന് വരികയില്ല. ചാണ്ടപ്പിള്ള ഫിലിപ്പ് എന്നേ വരികയുള്ളൂ. വീട്ടുപേര് ഗ്രേസും ഇല്ല എന്നാ, അതിനകത്ത് ഹാപ്പിയും ഇല്ല എന്ന് വരികയില്ല. വരുമോ? പിന്നെ മണർകാട് ബിയോ എന്നുള്ളത് കോട്ടയം ബിയോ എന്ന് വരികയില്ല. ഈ സീലിൽ എന്താണോ അതാണിത്. ഓ, അതാണിത്. പിതാവ് ആരാണോ അത് വെളിപ്പെടുത്തുന്നതാണ് ആര്? പുത്രൻ. തത്വത്തിൻ്റെ മുദ്ര. എൻ്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ഒരു വന്നതിനേക്കാൾ ഒരു ഇരട്ടി ബലമായില്ലേ? സത്യം പറ ഇല്ലേ? ഇനി ചെന്നുമില്ല, കഴിപ്പില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല. കാണുമ്പോൾ അറിയാം, അവരെ അറിയാം, അവരിന്ന് കഴിക്കുന്ന ലക്ഷണമേ ഇല്ല. മനസ്സിലായില്ലേ? ദൈവം സഹായിക്കട്ടെ. ഇത് ഉള്ളിൽ കരുതിക്കൊണ്ട് പോയാട്ടെ. നാളത്തെ ആരാധനയ്ക്ക് നമ്മയൊന്ന് ഒരുക്കിയാട്ടിയത്. ഞാൻ ആരാധിക്കാൻ വരുന്നത് ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തെയും പുത്രൻ മുഖാന്തരമായി ആത്മാവിലൂടെ ആ ദൈവത്തെ ആരാധിക്കാൻ ഞാൻ വരികയാണ്. മനസ്സൊരുക്കപ്പെടട്ടെ. വചനം നമ്മളെ ശുദ്ധീകരിക്കട്ടെ. കർത്താവ് സഹായിക്കട്ടെ. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുവിൻ്റെ ദൈവത്വത്തിൽ 3 കാര്യം ഓർത്തു കർത്താവ് അനുവദിച്ചാൽ നാളെ ബാക്കി കാര്യം.